അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ ദിവസം കേൾക്കുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതും ദുഃഖകരമായ വാർത്തകളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഗർഭിണി ആയതുമല്ല, ഇതിൻ്റെ കാരണക്കാരൻ അതിലേറെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. എവിടെയോ നടന്നൊരു സംഭവമല്ല, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്, നമ്മുടെ രാജ്യത്ത് നടന്നൊരു സംഭവമാണ്. ആരാണിത് കാരണക്കാരനെന്ന് നോക്കുമ്പോഴാണ് പിന്നെ അതിലേറെ ഞെട്ടലുണ്ടാക്കിയത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വയറുവേദന തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മനസ്സിലായത് ഇവൾ ഗർഭിണിയാണ്. പാപ്പ ഇത് പരാതി നൽകി. അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കുറ്റവാളി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര പ്രായമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? ചെറിയ പ്രായമല്ലേ 8ാം ക്ലാസ് 7ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ. നമ്മുടെ മക്കളൊക്കെ 7ും 8ും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ വീട്ടിലില്ലേ? അവരിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്ക്. സ്കൂൾ പഠിക്കാൻ പോയ മക്കള് വീട്ടിലേക്ക് വരുന്നത് ഗർഭവതികളായി, ഉമ്മയായി തിരിച്ചു വരുന്നു, ശൗചാലയത്തിൽ പോയി പ്രസവിക്കുന്നു. ആ പ്രസവം വരെ ആ മാതാപിതാക്കൾക്ക് ആ സംഭവം അറിയുന്നില്ല. ഇത്ര ദുഃഖകരമായ വിഷയമാണ്. നമ്മുടെ മക്കളൊക്കെ എന്തുകൊണ്ട് ഇത്രയും അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ? ചെറുപ്രായത്തിൽ മക്കളെക്കുറിച്ചൊക്കെ അവർ പൂമ്പാറ്റകളാണ്, അവർ പഠിച്ചു വളരേണ്ടവരാണ്. ആ പൊന്നു മക്കളെന്ന് അറുക്കുന്ന വെറുപ്പുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നാം ചെറുപ്രായത്തൊക്കെ ഇരിക്കുമ്പോൾ, ആ ഒരു 10ാം ക്ലാസ് ഇത്രയിൽ പോകുമ്പോഴേക്കും നമുക്ക് ആ പെൺകുട്ടികൾ പോകുന്ന വഴിയിലൂടെ പോകാൻ പേടിയായിരുന്നു. ഒന്ന് സ്പർശിക്കാൻ ചെറുപ്രായത്തിൽ പോലും അത്രത്തോളം ഗൗരവത്തോടു കൂടി നാം അതൊക്കെ കണ്ടിരുന്നു. അതൊക്കെ വല്ലാത്ത വെറുപ്പുള്ള വിഷയമാണ്. പെൺകുട്ടികളുമായിട്ടുള്ള സംസാരം, അവരുടെ പിന്നിൽ പോലും, ഇതൊക്കെ നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ വലിയൊരു പർവ്വതമായിട്ടാണ് നാം കണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അതൊക്കെ നിസ്സാരെന്ന് മാത്രമല്ല, അത്തരം കാര്യമുള്ളവൻ മാത്രമാണ് ഏറ്റവും ആ ക്ലാസ്സിലെ മികവുള്ള കുട്ടി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ മക്കൾക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം. നോക്കൂ, വീട്ടിൽ നിന്ന് പോയ മക്കൾ വീട്ടിലേക്ക് ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിലെ മക്കളാണെങ്കിൽ ഇത് എവിടെയോ നടന്നൊരു സംഭവമല്ലല്ലോ. ഇപ്പോൾ അവരുടെ സ്ഥലത്തിൻ്റെ പേരും ആ കുട്ടികളുടെ പേരും പറഞ്ഞിട്ട് നമുക്കൊരു കാര്യവുമില്ല. എന്നാൽ ഇത് ഗൗരവത്തോടു കൂടി നാം കാണേണ്ടതുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് തീർച്ചയായും അവരുടെ കൂട്ടുകൂടൽ, അവരുമായിട്ടുള്ള സ്നേഹിതന്മാർ ആരൊക്കെയാണ്? മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മാതാപിതാക്കൾ ഏറ്റവും വലിയൊരു ബാധ്യതയാണ് തൻ്റെ മക്കളുടെ കൂട്ടുകാർ ആരെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അവരുടെ കൂട്ടുകാർ. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന മൊബൈലുകൾ ഒക്കെ ഇങ്ങനൊരു പ്രവൃത്തി ആ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ എങ്ങനെ അവർ മനസ്സിലാക്കി? അവർ ആ കുട്ടികളുള്ള വീട്ടിൽ എങ്ങനെ പെങ്ങന്മാരും അതുപോലെ ഉമ്മയും വളർന്ന് വരിക? ആ മക്കൾ ആ ഉമ്മയെക്കുറിച്ചും ആ സഹോദരിമാരെക്കുറിച്ചുള്ള ആ ധാരണ, ആ ഭാവന എന്തായിരിക്കും ആ മക്കൾ ഉണ്ടാക്കുന്നത്? നാം തന്നെ ഇതൊക്കെ നിസ്സാരമായും മക്കളെ മുമ്പിൽ വെച്ച് കാണുകയാണ്. മക്കളെ മുമ്പിൽ വെച്ച് തന്നെ ഈ അനാവശ്യമായ പ്രവർത്തികൾ കണ്ട്, റീൽസും കണ്ട് നാം ഇങ്ങനെ ആസ്വദിച്ച് കഴിയുകയാണ്. അപ്പോൾ മക്കളൊക്കെ ഇത് നിസ്സാരമായി തന്നെ കാണുള്ളൂ. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ചില വിഷയങ്ങളാണ് പുറത്തറിയുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ സംഭവങ്ങൾ നിരന്തരമായി പല ഇടങ്ങളും സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ വിഷയം നിങ്ങളുടെ മക്കൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കൾ ആ പറഞ്ഞ ആൾക്കെതിരെ കുതിര കയറുകയാണ്. അടുത്താണല്ലോ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിന് 3 ചെറുപ്പക്കാരെ കൂടെ
ഇങ്ങനെ ചെറുപ്പക്കാരെ കൂടുതൽ ആ പെരുമാറ്റം കണ്ട് പിന്നെ പിടിക്കപ്പെട്ടപ്പോൾ ആ കുട്ടിയെ കൗൺസിലടുക്കൽ കൊണ്ടുപോയി ചോദിച്ചു ആ കുട്ടിയോട്, നീ ഇത്രയും ഒരു മോശപ്പെട്ട ഒരു പെൺകുട്ടിയാകാനുള്ള കാരണമെന്ത്? കാരണം ചെറുപ്പക്കാരുടെ കൂടെ കരങ്ങുക, അവരെ കൂടെ പല ഇടങ്ങളിലേക്ക് പോവുക. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാക്കിയ പല മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞത്, അത് മൊബൈലാണ് അതിലേറ്റവും വലിയനായി മാറിയത് എന്നാണ് പറഞ്ഞത്. എത്രത്തോളം ആ പെൺകുട്ടി പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സങ്കടമുണ്ട്. ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ അനുജനെയും എൻ്റെ ജ്യേഷ്ഠനെയൊക്കെ ഈ കണ്ണിലൂടെയാണ് ഞാൻ അവരൊക്കെ കാണുന്നത്. സ്വന്തം വീട്ടിൽ അത്രത്തോളം അപകടമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾ എന്തൊക്കെ കാണുന്നുണ്ട്, ഏതൊക്കെ കാണുന്നുണ്ട് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. ചില മാതാപിതാക്കൾക്ക് അറിയില്ല മക്കൾ എന്തൊക്കെ കാണുന്നുണ്ടെന്ന്. കാരണം മാതാപിതാക്കൾ വിചാരിക്കുക നമ്മുടെ മക്കളല്ലേ, എന്നാൽ പഠിക്കാൻ വേണ്ടിയാണ് മൊബൈൽ എടുത്തത്, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കുക, രാത്രി വരെ ഉറങ്ങാതെ പലതും അനാവശ്യമായത് കാണാം. എന്നാൽ പിന്നെ അവരുടെ ജീവിതം അതങ്ങനെ ആയിരിക്കും. ഏതാണോ അല്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാണ് എന്ന് ഇങ്ങനെ ചിന്തിച്ച് ആ മക്കളെ നാം അവരെ ശ്രദ്ധിക്കാതെ കണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഉത്തരവാദികൾ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ അശ്രദ്ധ കാരണമാണ് മക്കൾ ഇത്രയും വഴിപിഴക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെയുള്ളൊരു ചിന്താഗതി വരാനുള്ള കാരണം എന്താണ്? മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം. ആ ഉപയോഗത്തിന് നിയന്ത്രണമില്ല. മക്കൾ ഉപയോഗിക്കുമ്പോൾ ഇനി സ്കൂളാവട്ടെ എന്ത് എഴുതുന്നെങ്കിൽ അത് മാതാപിതാക്കളെ മുമ്പിൽ വെച്ച് നടക്കട്ടെ. അവർ ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് പഠിക്കാൻ അതിന് അനുവദിച്ചുകൂടാ. ഈ അടുത്ത് ഒരു പെൺകുട്ടി ഒരു അന്യസമൂഹത്തിൻ്റെ കൂടെ ചെറിയ പെൺകുട്ടിയാണ് ഓടിയത്. എങ്ങനെ ഓടിയത്? സുബ്ഹിക്ക് തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടാണ് ഓടിയത്. ഇതിനെ പിടിക്കപ്പെട്ടു. നോക്കൂ, നമ്മുടെ മുമ്പിൽ അവർ തഹജ്ജുദ് നിസ്കാരമുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ മോള് നല്ല സ്വാലിഹായ മോളാണ് എന്നാണ്. ഇപ്പോൾ ഈ 8ാം ക്ലാസ്സിൻ്റെ കുട്ടി ഇത്രയും ധൈര്യത്തോടു കൂടി ഇവളോട് പെരുമാറാൻ കാരണം, അതായത് ഈ പെൺകുട്ടി പോലും ചിലപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇഷ്ടപ്പെട്ടേക്കാം. ഈ അടുത്തൊരു കുട്ടി പറഞ്ഞല്ലോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറയുന്നത് എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പലതും ആ പെൺകുട്ടി ഒരു സന്ദർശന വേളയിൽ പറഞ്ഞൊരു സംഭവം നാമൊക്കെ മാധ്യമങ്ങൾ കേട്ടതാണ്. ചെറിയ മക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ്. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാരൊക്കെ തീർച്ചയായും ഇത് ഗൗരവത്തോടു കൂടി കണ്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമ്മുടെ വീട്ടിൽ നിന്ന് പോയ മക്കൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അല്ലേ ഉമ്മയായിക്കൊണ്ട് അല്ലെങ്കിൽ ഗർഭവതികളായിക്കൊണ്ട് വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ സലാമത്താക്കട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്തുകൊണ്ട് അള്ളാഹ് നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും മുഖ്റബീങ്ങളും ഇത്തരത്തിലുള്ള അപകടകാരികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷയത്തിലും ഒരു ശ്രദ്ധ നമ്മുടെ മക്കൾ വേണം. അവരെവിടെ പോകുന്നു, ഏതിലൂടെ സഞ്ചരിക്കുന്നു, ആരെക്കൂടെ കൂടുന്നു, എന്തെല്ലാം മൊബൈലിലൂടെ കാണുന്നുണ്ട്, വളരെ കൃത്യമായി അനാവശ്യമായത് ഒന്നും കാണാൻ നമ്മുടെ മക്കളെ അനുവദിക്കാനേ പാടില്ല. അത് നിസ്സാരമായി കണ്ടാൽ, ഇത്തരത്തിലുള്ള അപകടത്തിലെത്തിയാൽ പിന്നെ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തീർച്ചയായും ആ മക്കൾ ചെന്നെത്തിപ്പിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.